എൻ്റെ ഹസ്ബൻഡിന് ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ആക്സിസിൽ 8 മാസമായിട്ട് ചികിത്സയിൽ കഴിയുകയായിരുന്നു. 75% ശരീരത്തെ ബാധിച്ചിരുന്നു. ഡോക്ടറിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. ചേട്ടനെ തിരിച്ചു കിട്ടുന്നത് പോലും ഒരു ഉറപ്പുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ പ്രാർത്ഥനയുടെയും വിശ്വാസ ജീവിതത്തിൻ്റെയും ഒക്കെ വലിയ ഒരു ലക്ഷ്യമാണത്. ദൈവം നമ്മളിലെ പ്രസാദിക്കണം. ബൈബിളിലുമാണ് ഈശോയുടെ വാക്കുകളെ പരിശോധിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് ഈശോയ്ക്ക് കിട്ടുന്നത് പ്രസാദമാണ്. ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ജ്ഞാനസ്നാന വചനത്തോട് ബന്ധപ്പെട്ടാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12:18 വരുന്നത്. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരിൽ ദൈവം ചെയ്യുന്നത് പ്രസാദമാണ്. ഈ പ്രസാദം ലഭിക്കാൻ ഈശോ ചെയ്ത ഒരു മെത്തേഡുണ്ട്, രീതിയുണ്ട്. അത് സ്വാഭാവികമായി ചെയ്യാവുന്നതിനേക്കാൾ ഉയർന്ന നിലവാരമുള്ള സമർപ്പണമാണ് ഈശോ ചെയ്ത ഒരു മെത്തേഡ്. അഥവാ അത് മെത്തേഡ് എന്ന് പറയാൻ പാടില്ലെങ്കിലും ഈശോയ്ക്ക് സംഭവിച്ചതിൻ്റെ തത്വം അതാണ്. എന്താണ്? മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ, സാധാരണ യാഗങ്ങളിലെ, ഹോമയാഗങ്ങളിലെ ദൈവം സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ അത് സന്തോഷമല്ല, സങ്കടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ഈശോ നിറവേറ്റിയപ്പോഴല്ലേ ഈശോ ചോര വിയർക്കേണ്ടി വന്നത്. അപ്പം അത് സങ്കടമല്ലേ? പക്ഷേ ഈശോ സന്തോഷം എന്നാ വിളിക്കണം. അപ്പോൾ ചോര വിയർക്കുന്ന ഓരോ സിറ്റുവേഷനും ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമ്മുടെ സങ്കടങ്ങൾ സന്തോഷമായി മാറും. അത് നമ്മൾ യോഹന്നാൻ്റെ 16-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, സത്യസത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ സങ്കടം സന്തോഷമായി മാറുമെന്ന്. അതായത് പലപ്പോഴും ഒരു ദൈവ ഇഷ്ടത്തോടെ, ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ടൊരു വിഷയത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ, ഇപ്പം ഈശോ പറയുന്ന പ്രാർത്ഥന എന്താണ്? കർത്താവേ, പിതാവേ, അങ്ങയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ, അങ്ങയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ചില കാര്യങ്ങളെ കടന്നു പോകത്തില്ല. ചില സങ്കടങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പ് പോലെ മാറ്റാവുന്ന ദുഃഖങ്ങളുണ്ട്, മാറ്റാൻ പറ്റാത്ത ദുഃഖങ്ങളുണ്ട്. അതായത് മാറ്റാൻ പറ്റാത്ത എല്ലാ ക്ലേശങ്ങളിലും നിത്യജീവൻ ഇരിക്കുന്നുണ്ട്. അത് മാറ്റാൻ പറ്റാത്ത ക്ലേശങ്ങളെ കുരിശായിട്ടും കുരിശിനെ ദൈവഹിതമായിട്ടും സ്വീകരിക്കാനാണ് ഈശോ ഗെത്സെമനി വെച്ച് അവസാന പ്രബോധനം നൽകണത്. ഈശോയ്ക്ക് ചില ജീവിതത്തിൻ്റെ കുരിശ് മാറ്റാൻ പറ്റാതിരുന്ന കാരണം സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാക്കി ഈശോ അതിനെ കൺവേർട്ട് ചെയ്ത്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാർ എപ്പോഴും പറയുമായിരുന്നു, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന
ദൈവം നമ്മളെയും പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്? മാറ്റാൻ പറ്റാത്ത പ്രയാസങ്ങൾ നമുക്ക് നൽകി അത് ദൈവനാമത്തിൽ എടുക്കാൻ വേണ്ടി വിശ്വാസ പരിശീലനം നൽകുമ്പോൾ ആ പ്രാർത്ഥന ദൈവം നമ്മളെയും പഠിപ്പിക്കുക. അപ്പോഴങ്ങനെ മാറ്റാൻ പറ്റാത്ത സകല സാഹചര്യങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് അപ്പോസ്തലന്മാരെ ഈശോ പഠിപ്പിച്ച പോലെ നമ്മളെയും പഠിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ, ആ മനസ്സിലാക്കുന്ന സമയത്ത് വെച്ച് നീ കർത്താവിൻ്റെ അപ്പോസ്തലനായി മാറും. കർത്താവിൻ്റെ അപ്പോസ്തലനെ ശുദ്ധീകരണ സ്ഥലമില്ല, അവൻ വിശുദ്ധനാണ്. നിങ്ങളൊക്കെ മാറ്റാനാവാത്ത ചില ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നതിനാകാം. നിങ്ങളവർക്കും നിങ്ങളുടെ ആൻറ്റിയുടെ മക്കൾക്ക് അതില്ലല്ലോ, അനിയത്തിയുടെ മക്കൾക്ക് അത് ഈ അസുഖമില്ലല്ലോ, എൻ്റെ മക്കൾക്ക് മാത്രമാണല്ലോ ഈ അസുഖം, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണല്ലോ ഇത്തരം ക്ലേശം, ഞാനാണല്ലോ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും. അപ്പോഴും നമുക്കൊരു എത്തും പിടിയും ഉത്തരവും കിട്ടത്തില്ല. ഇപ്പം നിനക്ക് ഉത്തരമായിരിക്കുകയാണ്. എന്താണ് നിൻ്റെ ഉത്തരം? നിത്യജീവൻ നിനക്ക് ഉറപ്പായിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവവേദലെ മാറ്റാൻ പറ്റാത്തത് എല്ലാത്തിനെയും ഈശോ കുരിശെന്ന് വിളിച്ച് ദൈവത്തിൻ്റെ ഹിതമായിട്ട് അത് സ്വീകരിച്ചെങ്കിൽ, മാറ്റാൻ പറ്റാത്ത പ്രകാശമാണ് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം അത് നീ ദൈവത്തിൻ്റെ ഹിതമായിട്ട് തിരിച്ചറിയുക മാത്രമല്ല, അത് നിത്യജീവൻ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ നീ ഫുൾ എമൗണ്ട് പേ ചെയ്തിരിക്കുന്നു. അഡ്വാൻസ് അല്ല. നമ്മുടെ ജ്ഞാനസ്ഥാനമൊക്കെ നിത്യജീവൻ്റെ അഡ്വാൻസാണ്. ജ്ഞാനസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് ആൻ അഡ്വാൻസ്. അച്ചാരമാണത്. എന്താണ് അച്ചാരം എന്ന് പറയുന്നത്? ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷം അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്ഥാനമെങ്കിൽ, ആ ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ട് അതൊരു അഡ്വാൻസാണ്. വെള്ളം അതിലുപയോഗിക്കുന്നത് സഹനത്തിൻ്റെ പ്രതീകമാണ്, യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രതീകമാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച് സഹനം അനുഭവിച്ച് അത് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ച് നമ്മളെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ യേശു ക്രിസ്തുവിനെ വീണ്ടെടുത്ത നിത്യജീവനിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജ്ഞാനസ്ഥാനത്തെ വെള്ളത്തിൽ മുക്കിപ്പോക്കുന്നത്. ആ വെള്ളത്തിൽ മുക്കിപ്പൊക്കുന്നത് ഇങ്ങനെ ജീവിത അവസാനം വരെ ദൈവം ചെയ്യുന്നുണ്ട്. എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ടെന്ന് ലൂക്ക 12:50 പറയുമ്പോൾ ഈശോ ജ്ഞാനസ്ഥാനം ഈശോൻ്റെ കുരിശുമരണമാണെങ്കിൽ എല്ലാ സഹനത്തെയും ഈശോ ജ്ഞാനസ്ഥാനം എന്നാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ സഹനത്തിലൂടെയും ആത്മാവിനെ ദൈവം ശുദ്ധീകരിച്ചിരിക്കുന്നത്. ചില ആൾക്കാർ വെള്ളത്തിൽ തന്നെയാണ്, അവർക്ക് കുറച്ച് ഇടവേളകൾ കിട്ടാറുള്ളൂ. നിത്യമായി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദൈവഹിതമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിത്യത അഡ്വാൻസ് അല്ല, നിങ്ങൾ ഫുൾ എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു വെളിപാട് പോലെ ഇപ്പോഴും നീ തിരിച്ചറിയണം. നിനക്ക് പലർക്കും അതായത് 95% ആൾക്കാർക്ക് ജ്ഞാനസ്ഥാനം പോലെയുള്ള സഹന സാഹചര്യങ്ങൾ അഡ്വാൻസ് ആകുമ്പോൾ ദൈവത്തിനെ മാറ്റാൻ പറ്റാത്ത ദൈവത്തിന് സഹനങ്ങൾ അനുഭവിക്കണം. നീ അത് യേശുക്രിസ്തുവിനെ പോലെ ദൈവത്തിൻ്റെ ഹിതമായി കുരിശ് ഏറ്റെടുക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ നീ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് നീ ഫുൾ എമൗണ്ട് നീ പേ ചെയ്യുകയാണ്. ദൈവരാജ്യത്തിന് ഉടമസ്ഥയായി നീ മാറിയിരിക്കുന്നു. നീ സഹനങ്ങളിരിക്കുന്ന മക്കളെ ഈ നിമിഷം തന്നെ സന്തോഷിച്ചുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പ്രസാദം മാത്രമല്ല, ഈ നിമിഷം മുതൽ നിത്യപ്രസാദത്തിലേക്ക് നീ കരകയറിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് അനീതി നിന്നോട് ചെയ്തിട്ടില്ല, നിന്നോട് വലിയ സ്നേഹവും കാരുണ്യമാണ് പ്രദർശിപ്പിക്കുന്നത് ഈ സഹന സാഹചര്യത്തിലൂടെ. നല്ലവനായ ഈശോയെ, അങ്ങനെ മക്കൾക്ക് ഇപ്പം നൽകിയിട്ടുള്ള ഉൾക്കാഴ്ചകൾ, അവർക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹന സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ആത്മകരുത്ത് ആത്മശക്തിയായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കാൻ, ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കരുത്തും ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്വർഗ്ഗം തുറന്നു നീ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ചേർന്ന് പാടാം. സ്വർഗ്ഗം തുറന്നു നീ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ആത്മാവേ
ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെ സമർപ്പിക്കുന്നു. കടഭാരത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കടങ്ങൾ മൂലം വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. വായ്പ കൊടുത്ത് തിരിച്ചു കിട്ടാത്തവരെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ഞെരുക്കമുള്ളവര്, ഭവനത്തിന്റെ പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാത്തവര്, സന്താനരഹിതരായ അവസ്ഥയിൽ കഴിയുന്നവര്, കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ, സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിത സഹനങ്ങൾ നിരവധിയാണ് കർത്താവേ. എണ്ണിയാൽ തീരാത്ത സഹനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവേ, ശക്തി നൽകണമേ. ഈശോയെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്ലേശകാലങ്ങളെ എങ്ങനെയാണ് ദൈവം വീക്ഷിക്കുന്നത്? സുവിശേഷത്തിൻ്റെ പ്രകാശത്തിലെ നമ്മുടെ ഇരുളിൻ്റെ ജീവിതത്തിലുള്ള ദൈവ മനസ്സുകളെ വെളിപ്പെടുത്തുകയായിരുന്നു. ആ ക്ലേശങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിലും ദൈവം ചില സമയത്ത് എൻ്റെ സാന്നിധ്യം വെളിവാക്കാൻ വേണ്ടി ഒരാശ്വാസം നമുക്ക് തരും, ഒരടയാളമായി, ഒരു സാക്ഷ്യമായി. അത് കേൾക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ജീവിതത്തിൽ സംഭവിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമ്മൾക്ക് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ എഴുപിനയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസഫ്. ഞങ്ങൾക്ക് 8 വയസ്സുള്ള ഒരു മോളുണ്ട്, അലീന. എൻ്റെ ഹസ്ബൻഡിന് ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ RCCയിൽ 8 മാസമായിട്ട് ചികിത്സയിൽ കഴിയുകയായിരുന്നു. 75% ശരീരത്തെ ബാധിച്ചിരുന്നു. ഡോക്ടറിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. ചേട്ടനെ തിരിച്ചു കിട്ടുന്നത് പോലും ഒരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കീമോ എല്ലാം ചെയ്ത്, കീമോയാണ് ചികിത്സ. കീമോ എല്ലാം കഴിഞ്ഞ് ബോൺമാരോ ടെസ്റ്റ് ചെയ്തു. ബോൺമാരോ ടെസ്റ്റിലൂടെ ഈ അസുഖമൊന്നും കുറഞ്ഞിട്ടില്ല, അതേപടി തന്നെ അസുഖം ഇരിക്കുന്നു. അപ്പോൾ ഭയങ്കര ഒത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ആലപ്പുഴയിലെ ആൻറ്റിയുടെ മോള് ഞങ്ങളോട് പറഞ്ഞത്, ചേച്ചി കൃപാസനത്തിൽ വാ, ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ്. ഒക്ടോബർ 4-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഉപവസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബർ 17-ാം തീയതി ബോൺമാരോ ടെസ്റ്റ് ചെയ്തു. ബോൺമാരോ ടെസ്റ്റിലൂടെ അസുഖം 75% എന്നുള്ള അസുഖം വെറും 3% മാതാവ് കുറച്ച് തരികയും ചെയ്തു. ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുകയും ടെസ്റ്റ് എല്ലാം ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, അസുഖം മാറി, ഇനി ജനുവരി ഇതിന് ചെക്കപ്പിന് മാത്രം വന്നാൽ മതിയെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. നമ്മൾ വലിയൊരു സാക്ഷ്യമാണ് കേട്ടത്. ഇങ്ങനെ ഈ ശുശ്രൂഷയിൽ അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കും. അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ ഇതൊക്കെ മുമ്പ് കേട്ട് കഴിഞ്ഞു. അതെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അടയാളം എന്താണ്? ദൈവം ആശ്വാസമായി, സൗഖ്യമായി, നിൻ്റെ സാന്ത്വന അഭിഷേകമായി ഇപ്പോഴും നിൻ്റെ കൂടെ, നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് നമ്മൾ വരണം. ആ ബോധ്യം നമ്മളെ സാക്ഷികളാക്കി മാറ്റും. ആരാധനയിൽ ഈശോ വരുമ്പോൾ അതുപോലെയുള്ള കർത്താവെ നിന്നെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ ദൈവത്തിനത് പ്രസാദാത്മകമാവും. കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ, മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ആരാധന കൂടുന്നത്
എന്ന് അറിവ് സുവിശേഷവിഹിതമായി പരിശോധിച്ചാൽ ആ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുകയും നിന്നോടുള്ള പ്രസാദത്തിന് കാരണമാവുകയും ചെയ്യും. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഭക്തിപൂർവ്വം ഈശോ സാന്നിധ്യത്തിൻ്റെ ആരാധനയിലേക്ക്, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം.